ഇങ്ങനെ ഒരു പോസ്റ്റ് ആരോ ഇട്ട് കണ്ടു. ഓ ആക്ച്വലി ആരോ ഇങ്ങനെ പ്രൈസ് ചെയ്തിടുവാണോ, ഷീ ആക്ച്വലി ബോട്ട് ഇറ്റ് 30 കുഡോസ്. അപ്പൊ ആരോ താഴെ കമന്റ് ചെയ്യുന്നുണ്ട്, അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും വീട്ടിലല്ലേ താമസിക്കുന്നത്, വേറെ ഒരു ചെലവും ഇല്ലല്ലോ, അപ്പൊ ഇങ്ങനെ എന്തു ആവാലോ. അപ്പൊ എനിക്ക് പറയണമെന്നുണ്ട്, എനിക്കൊരു 21 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആക്റ്റീവ് ഏർണിംഗ് മെമ്പർ ആണ്. പക്ഷെ ഒരുപാട് പേർക്ക് ഒരു തോട്ട് ഉണ്ട്, അവരവരുടെ അച്ഛൻ്റെ അമ്മയുടെ വീട്ടിലല്ലേ, അപ്പൊ അവര് ഉണ്ടാക്കുന്ന കാശെല്ലാം അക്കൗണ്ടിൽ ഇടുക, നമുക്ക് ഡ്രസ്സ് വാങ്ങാം, നമുക്ക് കാർ വാങ്ങാം. പക്ഷെ ആക്ച്വലി അതല്ല ഇത്. ഈ റിയാലിറ്റി നമ്മൾ പോയി ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അത് ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ ആക്ച്വലി നമ്മളെല്ലാവരും നമ്മൾ ഇപ്പൊ എനിക്കൊരു 21 ഇയേഴ്സ് ആയപ്പോ തൊട്ട് ആരും എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് ആരും എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഇഷ്ടമല്ല. കംപ്ലീറ്റ്ലി എൻ്റെ എല്ലാ എക്സ്പെൻസും എൻ്റെ എല്ലാ സാധനങ്ങളും എല്ലാം ഞാൻ മേടിച്ചിട്ടുള്ളത്. എനിക്ക് വേണ്ടി ആരും മേടിച്ചു തന്നിട്ടില്ല. എൻ്റെ വീട്ടിലത്തെ ചെലവിനും ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ വി ആർ ഓൾ ആക്റ്റീവ്ലി എന്താ പറയുക, കോൺട്രിബ്യൂട്ടിങ് ടു ദ ഹൗസ് എക്സ്പെൻസസ് ഫോർ സോ മെനി ഇയേഴ്സ്. അപ്പം അങ്ങനെ ഒരു ഇത് ഞാൻ കേൾക്കാറുണ്ട്, ഇവർക്കൊക്കെ എന്തു ആവാലോ, അച്ഛൻ്റെ അമ്മയുടെ ചെലവിൽ ജീവിക്കുന്നവരില്ല. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. എന്തെങ്കിലും എപ്പോഴെങ്കിലും ഇതിന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ? ഏയോ ഇതൊക്കെ ചീപ്പല്ലേ ചിലടത്ത് റിപ്ലൈ, വേറെ എന്തെങ്കിലും ശരിക്കും റിപ്ലൈ കൊടുക്കാൻ തോന്നുന്ന കോമഡി കമന്റ് ഒക്കെ കാണുമ്പോൾ റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ ഇപ്പം ആളുകൾ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെടുന്നത് വീട്ടിലെ ഈ ആളെയാണ്. മസ്റ്റ് ബി ഇഷാനി. ആക്ച്വലി ഇഷാനിക്ക് ഭയങ്കര ജാടയാണ്. അതെനിക്ക് തോന്നുന്നു ഇഷാനി പറഞ്ഞത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ചിലപ്പോൾ ആൾക്കാർക്ക് വരാറുണ്ട്. ദാറ്റ്സ് ക്വൈറ്റ് സാഡ്. കാരണം ഇപ്പൊ ഒരാളൊരു ഇഷാനി അങ്ങനെ ഒരു ഇൻട്രോവേർട്ട് അല്ല, പക്ഷെ പെട്ടെന്ന് പുറത്തു പോയാൽ തുള്ളിച്ചാടി കയറി സംസാരിക്കുന്ന ഒരാളല്ല. ഇപ്പൊ എനിക്ക് കുറച്ചും കൂടി അങ്ങനെ സംസാരിക്കാൻ എനിക്ക് ഓക്കെയാണ്. ഐ ലൈക്ക് മേക്കിംഗ് കോൺവെർസേഷൻസ്. ഇഷാനി അങ്ങനല്ല, ഇഷാനി അത്ര കംഫർട്ടബിൾ അല്ല. ആൻഡ് ഐ തിങ്ക് ഒരുപാട് പേര് അങ്ങനെയാണ്. അപ്പം അത് കാരണം ഇഷാനിക്ക് ഒരു ജാഡ ടൈപ്പ് ആണ് എന്ന് ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ തോന്നാറുണ്ട്. എൻ്റെ ചുറ്റിനും നോക്കുമ്പോൾ എൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കുന്ന ആൾക്കാർ, എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് അവർക്കും ഒരു വിഷമമായിട്ട് തോന്നുന്ന പോലത്തെ ആൾക്കാർ എൻ്റെ ചുറ്റിനും ഉള്ളത്. രാത്രി കിടന്നുറങ്ങുമ്പോൾ മനസ്സിലൊരു സമാധാനം, ഒരു ക്ലിയർ മൈൻഡോട് കൂടി കിടന്നുറങ്ങാൻ പറ്റുന്നത്, ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നത്. ഓൾസോ ഇപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം, ലൈക്ക് യു സെഡ്, നമുക്ക് നല്ലൊരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുക. നമുക്ക് ഇൻകം ഉണ്ടായാൽ മാത്രം പോരാ, ഈ ഇൻകം വെച്ച് നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സമയം വേണം. ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഈ ടൈം കയ്യിലുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കയ്യിലുണ്ട് എന്നുള്ളത് ഒരു ഭയങ്കര അതൊരു ഭാഗ്യമാണ്. ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ എന്തെങ്കിലും ഇഫ് സംതിങ് ഗോസ് റോങ് ചളം കുളം ആകാവുന്നതേ ഉള്ളൂ ഈ പറഞ്ഞ ഈ സമാധാനം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പം അതൊക്കെ ഇന്നുണ്ട് എന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും സഹായം ആർക്കെങ്കിലും ചെയ്യാം.